ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണിത്. വെഡ്ഡിങ് സീരീസിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണിയായപ്പോൾ റെഡി ആവാൻ വേണ്ടിയിട്ട് ബ്രൈഡിനെയും കൂട്ടിയിട്ട് പാർലറിലോട്ട് പോയി. സെനോരിറ്റ എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ളൊരു ബ്രൈഡൽ സ്റ്റുഡിയോ ആണ്. അവിടെയാണ് മേക്കപ്പൊക്കെ ചെയ്തത്. ഇപ്പോൾ രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ആ തണുപ്പത്ത്, നല്ല മഴയായിരുന്നു, കുളിച്ച് തണുത്ത് വിറച്ചാണ് പോയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന് ഇത്രയും ഇൻവോൾവ് ചെയ്തിട്ട് പങ്കെടുക്കുന്നത്. എൻ്റെ കസിൻസൊക്കെ ആണെങ്കിൽ പോലും എന്നെക്കാളും നല്ല ഏജ് ഗ്യാപ്പും ഉണ്ട്. മാത്രമല്ല അവരുടെ ഒന്നും കല്യാണം, മെജോറിറ്റി ആൾക്കാരൊക്കെ കല്യാണം കഴിച്ചത് എൻ്റെ ചെറുപ്പത്തിലാണ്. അപ്പോൾ അന്നൊന്നും നമുക്ക് അത്രയും ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല. മാത്രമല്ല അതിന് പറ്റിയിട്ടുമില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അതിന് പോലും എനിക്ക് ഇത്രയും എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവൾ റെഡിയായി ഒരു 75% റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും പിന്നെ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ പോയിട്ട് എന്നെ റെഡിയാക്കി എടുത്തു. പിന്നെ മുടിയൊന്നും ശരിയാക്കിയില്ല, കാരണം അതിനുള്ള സമയം നമുക്കില്ലായിരുന്നു. പിന്നെ അവിടെ ഒരുങ്ങിയതിന് ശേഷം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് തിരുനക്കര അമ്പലത്തിൻ്റെ മൈതാനത്ത് ആണ് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് വേണമായിരുന്നു നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് അവർക്ക് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവൾ ദക്ഷിണയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലിരുന്നിട്ട് തന്നെ ഞാൻ ബാക്കി റെഡിയാവാം. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് ആ ഇടയ്ക്കത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ്സ് ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ വെന്യൂലോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവസാനം എല്ലാം ഒരു ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു. നമുക്ക് തിരക്കും തിക്കും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചാട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രൂമും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. അവരെ സ്വീകരിക്കുന്നു, അതിനുശേഷം പെണ്ണിനെ സ്വീകരിക്കുന്നു, അങ്ങനത്തെ ചടങ്ങെല്ലാം വളരെ പെട്ടെന്ന് നടന്നു. പിന്നെ അങ്ങോട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആണെങ്കിലും, അതുപോലെ നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും, നമ്മുടെ അല്ലാത്ത ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും, അങ്ങനെ കുറേ പേരെ കണ്ടു. പിന്നെ നമ്മളങ്ങ് അതിൽ ഇൻവോൾവ് ആയിപ്പോയി. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാനായിട്ട് വീഡിയോസൊന്നും അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കൊടുത്തിട്ട് അവനെ കൊണ്ട് ആ വീഡിയോസൊക്കെ ബാക്കി എടുപ്പിച്ചത്. അത്രയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 2:30 ആവാറായപ്പോഴാണ് ഇവരിവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനും എൻ്റെ മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മമ്മിയും കസിനും കൂടെ അങ്ങോട്ട് വെന്യൂലോട്ട് വരുമായിരുന്നു കല്യാണത്തിൽ നിന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വന്നതും എല്ലാം ഇവരെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. കഴിഞ്ഞ ഒരു സെപ്റ്റംബർ ഒക്ടോബർ തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് മെയ് 19 കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിംഗിൾ ചൈൽഡാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ എന്തായാലും എൻ്റെ കസിൻസിൻ്റെ ആരുടെയെങ്കിലും ഇനിയും കല്യാണം വരുമ്പോൾ മാത്രമേ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, നമുക്ക് സ്വന്തം ഒരു സിസ്റ്റർ ഉള്ളപ്പം നമുക്ക് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തം സിസ്റ്റേഴ്സിനോടുള്ള അവരുടെ ഒരു ഫംഗ്ഷന് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിനെ പങ്കെടുക്കുമ്പോൾ ഉള്ള ഒരു ഇമോഷൻസൊക്കെ കസിൻസിന് എല്ലാവരോടും നമുക്കുണ്ടാവണം എന്നൊന്നുമില്ല. പക്ഷേ ഇവളുടെ കല്യാണത്തിന് വന്നപ്പം, അല്ലെങ്കിൽ എൻ്റെ അഞ്ജുവിൻ്റെ ആണെങ്കിലും, അന്ന് അഞ്ജുവിൻ്റെ കല്യാണത്തിനാണെങ്കിലും ഇപ്പോൾ ഇവളുടെ കല്യാണത്തിനാണെങ്കിലും എനിക്ക് എൻ്റെ ഒരു സിസ്റ്റർ ലൈക്ക് ഫീലിംഗ് ആണ് ഇവരുടെ രണ്ടുപേരുടെ അടുത്തുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ തന്നെ, അഞ്ജുവിൻ്റെ കല്യാണത്തിന് എനിക്ക് ഫുൾ ടൈം ഒന്നും അവളുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് കുറച്ച് പ്രീ ബ്രൈഡൽ കാര്യങ്ങൾക്ക് മാത്രമേ എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ കല്യാണത്തിൻ്റെ അന്നേ എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പ്ലാൻ ചെയ്തതാണ് നിൻ്റെ കല്യാണത്തിന്, അതായത് അഞ്ജുവിൻ്റെ കല്യാണത്തിന് തലേന്ന് അവിടെ വീട്ടിൽ വന്ന് നിൽക്കണം എന്നൊക്കെ. പക്ഷേ അന്നത്തെ സാഹചര്യം അറിയാമല്ലോ, കൊറോണ ഭയങ്കര കൂടുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങും പോയി അങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അതെനിക്ക് ഇപ്പോഴൊരു മിസ്സിങ് ആണ്. പക്ഷേ ഈ കല്യാണം വന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, രേഖയുടെ കല്യാണത്തിന് ഞാൻ തലേന്ന് പോയി നിൽക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്രയും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം കിട്ടും എന്നൊന്നും ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. പക്ഷേ എന്തോ ദൈവം എനിക്ക് ഇങ്ങനൊരു അവസരം തന്നു. അതിൽ ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ്. ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി ഈ ഒരു കല്യാണം നടന്നതിൽ. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആവുമായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ടാണ് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചത്. എനിക്ക് നിന്നിട്ട്
എടുക്കാനുള്ള ഒരു സമയവും സാഹചര്യവും അന്നേരം കിട്ടിയില്ല. അപ്പോൾ കുറേയൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ എൻ്റെ പ്ലാനിലുണ്ടായിരുന്ന കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ ഇങ്ങനെ അങ്ങ് വ്ളോഗ് ചെയ്തിടണം എന്നുള്ളത്. പിന്നെ എന്തോ ഒരു ഇതിൽ തോട്ട് പ്രോസസ്സിൽ ഞാൻ വിചാരിച്ചു ആക്ച്വലി നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അതൊരു മെമ്മറി അല്ലേ, നമ്മുടെ ആ ദിവസത്തെ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എത്ര വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, അവർ വീഡിയോസ് എടുത്തു എന്ന് പറഞ്ഞാലും നമ്മൾ അന്നത്തെ ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു POVയിൽ വരുമ്പോൾ അത് വേറൊരു നമുക്കത് സ്പെഷ്യലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്തത്. ഞാൻ ഇവിടുന്ന് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ തുടങ്ങിയപ്പോഴൊന്നും ഞാൻ സത്യമായിട്ടും വിചാരിച്ചതല്ല ഞാൻ ഈ വീഡിയോ ഇത്രയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഇതിന് മുന്നേ അനുഭവങ്ങളുണ്ട്. ഞാൻ ഇതുപോലെ ഇൻട്രോ ഒക്കെ എടുക്കും, വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പകുതി വെച്ച് സ്റ്റോപ്പ് ആക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. പിന്നെ ഈ പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കുന്ന ഒരു ചളിപ്പൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറേശ്ശെ മാറുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് എൻ്റെ മുഖമൊന്നും വരുന്നില്ലല്ലോ, ഞാനല്ലേ മറ്റേ ആൾക്കാരെയല്ലേ വീഡിയോ എടുത്തേക്കുന്നത്. അതും ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് പബ്ലിക്കായിട്ട് നമ്മൾ തന്നെ വീഡിയോ എടുക്കാനാണ് പാട്. പക്ഷേ കുറച്ചും കൂടെ ഒക്കെ എടുക്കാമായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. പക്ഷേ സാരമില്ല, ഇത്രയൊക്കെ മതി. ഇനി അഹങ്കാരമായി അപ്പോൾ കല്യാണമൊക്കെ നല്ല മംഗളമായിട്ട് തന്നെ നടന്നു. പിന്നെ ഞാൻ അവിടെ സദ്യയ്ക്ക്, എനിക്ക് കോട്ടയത്തെ സദ്യയുടെ ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ മധുരക്കറി എന്ന് പറഞ്ഞിട്ടൊരു കറിയുണ്ട്. നമ്മുടെ ഇവിടോട്ടൊക്കെ മധുര പച്ചടിയുണ്ട്, പൈനാപ്പിളും മുന്തിരിങ്ങയൊക്കെ ഇട്ടുന്ന നമ്മുടെ മഞ്ഞ കളറിലിരിക്കുന്നൊരു പച്ചടിയുണ്ട്. പക്ഷേ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് PhDയുടെ സമയത്ത് പല ഓപ്പൺ ഡിഫെൻസുകൾക്ക് പോകുമ്പം അവിടെ നമുക്ക് ലഞ്ച് ചിലപ്പോൾ സദ്യയൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഈ മധുരക്കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓപ്പൺ ഡിഫെൻസിന് പോയപ്പം ഞങ്ങളും സദ്യയാണ് പറഞ്ഞത്, പക്ഷേ മധുരക്കറി കിട്ടിയെങ്കിൽ പോലും എനിക്ക് ലഞ്ച് കഴിഞ്ഞ ഉടനെ എൻ്റെ ഡിഫെൻസായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ മധുരക്കറി ആസ്വദിച്ച് കഴിക്കാൻ പോലും പറ്റില്ല. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ വേറൊരു കൊളീഗിൻ്റെ ഓപ്പൺ ഡിഫെൻസിന് പോയപ്പം അന്നത്തെ സദ്യക്ക് മധുരക്കറി ഞാൻ വീണ്ടും വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് ബേസിക്കലി മധുരമുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് കോട്ടയത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അന്നേ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ കല്യാണത്തിന് മധുരക്കറി വേണം, എനിക്കത് കഴിച്ചേ പറ്റും, വേണമെങ്കിൽ കുറച്ച് ഞാൻ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞ്. എന്തായാലും മധുരക്കറി ഞാൻ 2 തവണയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. എല്ലാവർക്കും മധുരമുള്ള കറികളോട് വലിയ പ്രിയമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം ഉള്ള കറികൾ. ഇപ്പം പുളിയിഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു ചെറിയ മധുരം വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് അവൾ പറഞ്ഞ മാതിരി തന്നെ, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മധുരക്കറി കുറേ കഴിച്ചു കല്യാണത്തിന്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നായിരുന്നു എല്ലാം, ഒരു ഡിലേ ഒന്നും അധികം വരാതെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. ഒത്തിരി എന്താ പറയുന്നത്, വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ. കാരണം ചേട്ടൻ്റെ വീട് മൂവാറ്റുപുഴയിലാണ്. അപ്പോൾ അവർക്ക് 2:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങണമായിരുന്നു. അവിടെ ചെല്ലേണ്ട സമയമുണ്ടല്ലോ, ഇങ്ങനെ ഇത്ര സമയത്തിനകത്ത് ചെല്ലണം എന്നൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഒരു 10-15 മിനിറ്റ്സ് തന്നെ അവർ ഇറങ്ങി എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതോടുകൂടി ഇതിനൊരു കൺക്ലൂഷൻ വരികയാണ് ഈ വെഡ്ഡിങ് സീരീസിന്. ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് ഒരു കണ്ടൻറ്റിനേക്കാൾ ഉപരി ഇതെനിക്ക് ഒത്തിരി അറ്റാച്ച്മെൻ്റ് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.